ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മെസ്സേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. SketchAR എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചിത്രം വരയ്ക്കാൻ ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടും. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ റെക്കോർഡിലും നോട്ട്ബുക്കിലും ഒക്കെ ആയിട്ട് വരയ്ക്കാൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല അടിപൊളിയായി തന്നെ വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സൗജന്യമായിട്ട് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അവിടെ SketchAR എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് താഴെ വരുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ താഴെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട്. നല്ല കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഡായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നെയിം ടൈപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി വരും. അതിൽ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പെർമിഷനൊക്കെ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സ്ക്രീനാണ് നമുക്ക് വരിക. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് വരയ്ക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു 3 ഓപ്ഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെഹിക്കിൾസ്, ബേഡ്സ്, ഫ്ലവേഴ്സ് ഇത് 3 കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റേജ് എങ്ങനെയാണെന്ന് നമ്മൾ നല്ലതായിട്ട് വരക്കുന്നുണ്ടെങ്കിൽ പ്രോ കൊടുക്കുക, നോട്ട് ബാഡ് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടർ കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുക്കാം. പിന്നെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അലോ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ട് ടുഡേ കൊടുക്കുക. ഞാൻ നോട്ട് ടുഡേ ആണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വീണ്ടും ഒന്ന് ലോഡായി കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞു. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ആഡ് കാണാൻ പറ്റും. ഇത് നമ്മുടെ പ്രോ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ ഇതിലോട്ട് ആപ്ലിക്കേഷനിൽ അടയ്ക്കണമെന്നാണ്. പ്രോ വേർഷനിൽ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ അടച്ചിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ബട്ടൺ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലിപ്പോൾ ഓരോ പിക്ചറിൻ്റെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ പ്രോ എന്ന് എഴുതി കാണും. അതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പൈസയൊന്നും നടക്കാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മുകളിലായിട്ടാണ് 3 ഓപ്ഷൻസ് ഉള്ളത്. അതിൽ ലെസൺ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കുറേ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളത് ഈ സ്കെച്ചസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നതാണ്. അതിലൊരു ചിത്രം സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഈ ഒരു ചിത്രമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇത് അലോ ചെയ്യാൻ, പെർമിഷനൊക്കെ അലോ ചെയ്യാൻ കാണിക്കും. അതിനുശേഷം നമ്മുടെ ചിത്രം ഓപ്പൺ ആയി വന്നു. ഇനി ഡ്രോ വിത്ത് AR എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ലോഡിങ് ആയിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ക്യാമറ ഓപ്പൺ ആക്കി വെക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഫോൺ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ താഴെയായിട്ട് ഒരു പേപ്പർ കൂടി, നല്ല വൈറ്റ് ഷീറ്റ് കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ടാപ്പ് സ്ക്രീൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിത്രത്തിൻ്റെ ലേഔട്ട് ക്യാമറയിലൂടെ ആ ഒരു പേപ്പറിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു പെൻസിലോ പേനയോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു ഔട്ട്ലൈനിൻ്റെ മുകളിൽ കൂടി തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമുക്ക് സൂം ചെയ്യാനും ചെറുതാക്കാനൊക്കെ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ അത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിത്രം അവിടെ നിന്ന് മാറത്തില്ല. പെട്ടെന്ന് നമ്മുടെ ഒരു ഫോൺ ജസ്റ്റ് മൂവ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടുണ്ടെങ്കിലോ ഒന്നും അത് നമ്മളെ പിക്ചറിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അത് പിക്ചർ അവിടെ തന്നെ ലോക്കായി കിടക്കും. അപ്പോൾ നമുക്ക് തെറ്റൊന്നും കൂടാതെ നല്ലപോലെ തന്നെ വരയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ സ്പീഡായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിത്രം ഫുള്ള് വരച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റേജിലാണുള്ളത്. കുറച്ച് ഫിനിഷിംഗ് ടച്ചപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലുണ്ടാവും. ഞാൻ കുറച്ച് ചെറിയ ടൈം എടുത്തിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലപോലെ തന്നെ വരയ്ക്കാൻ പറ്റുന്നതാണ് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ബേസ്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചിത്രം എടുത്തിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ചിത്രം എടുത്തിട്ട് ഡ്രോ വിത്ത് AR എന്ന് ടൈപ്പ് ചെയ്ത് AR എന്ന് കൊടുത്തിട്ട് നമ്മുടെ ചിത്രം വരയ്ക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ചിത്രം വേണമെങ്കിലും, നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ടാവും. ആ ചിത്രം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ട് ആ ഈ ആപ്ലിക്കേഷനിലോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് അത് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നല്ല നല്ല ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.